ഒരു മകനെക്കുറിച്ചുള്ള വലിയ ഒരു ആകുലതയിലാണ് ഞാനായിരിക്കുന്നത്. കാരണം അവൻ വളരെ 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 ആഗ്രഹിച്ച് നെസ്റ്റിൽ വന്ന് ഒരുപാട് നാള് എൻ്റെ കൂടെ നിന്ന് അവൻ ലഹരി എന്ന് പറയുന്ന ആ മാരകമായ വിപത്തിനെതിരെ ശക്തമായി പോരാടി. പക്ഷേ എന്നെ ആകുലപ്പെടുത്തിയ കാര്യം, അവൻ വളരെ പെട്ടെന്നങ്ങ് വീണുപോയി. വലിയ മാരകമായ ലഹരിയിലല്ല അവൻ വീണത്, സിഗരറ്റ് ഉപയോഗിക്കുന്നതിലേക്കാണ് അവൻ വീണുപോയത്. എങ്കിൽ പോലും അതെന്നെ വളരെയധികം വേദനിപ്പിച്ചു. നമ്മുടെ മക്കൾക്കെല്ലാവർക്കും, നമുക്കെല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് സുഖങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. C.S. ലൂയിസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പിശാച് ഒരു മനുഷ്യനെ എങ്ങനെയാണ് പ്രലോഭിപ്പിക്കുക. അങ്ങനെ പിശാചുകളെല്ലാവരും ചേർന്ന് വലിയൊരു മീറ്റിംഗ് കൂടി. അങ്ങനെ പിശാചുകളുടെ മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഓരോരുത്തർ വന്ന് പിശാചുകളുടെ തലവനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, അവരോട് ഞാൻ പറയും ഈ സുഖം കാണിച്ചു കൊടുക്കും, ഈ സുഖം കിട്ടിക്കഴിഞ്ഞാൽ അവനുണ്ടാകുന്ന സന്തോഷം എന്താണെന്ന് അവന് കാണിച്ചു കൊടുക്കും, അങ്ങനെ ഞാൻ അവനെ ആകർഷിക്കും. വേറെ ആൾക്കാരോട് പറയും, ഈ സുഖമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ്, എല്ലാവരും ചെയ്യുന്നതല്ലേ, നീ ഈ സുഖം അനുഭവിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ് നിന്റെ എന്ന് നിന്റെ ഉള്ളിലേക്ക് അങ്ങ് തോന്നിപ്പിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ, കുട്ടിപ്പിശാചുകളൊക്കെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടിപ്പിശാച് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വലിയ പിശാചുകളൊക്കെ പറഞ്ഞു, മിണ്ടാതിരിക്കണം, നീയൊക്കെ ചെറുതാണ്. അപ്പോൾ പിശാചിൻ്റെ തലവൻ പറഞ്ഞു, അല്ല അവൻ പറയട്ടെ. അങ്ങനെ ആ കുട്ടിപ്പിശാച് ഇങ്ങനെ മറുപടി പറഞ്ഞു, ഞാൻ എല്ലാവരുടെ അടുത്ത് ചെന്ന് പറയും, എടാ ലഹരി പൊട്ടയാണടാ, മദ്യം പൊട്ടയാണടാ, ഒരിക്കലും നീ അത് ഉപയോഗിക്കരുത്. പക്ഷേ ഒരു കാര്യം, ഇന്നത്തെ കൂടി നീ ചെയ്തുകൊള്ളൂ, നാളെ മുതൽ നീ ലഹരി ഉപയോഗിക്കരുത്. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് പറയും, ഇന്നത്തെ കൂടി ഈ പാപം ചെയ്തോളൂ, നാളെ മുതൽ ചെയ്തരുത്, ഇത് പൊട്ടയാ. എല്ലാ പിശാചുകളും ഇങ്ങനെ സ്തംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ പിശാചുകളുടെ തലവൻ എന്ന് പറഞ്ഞു, എൻ്റെ കാലശേഷം ഇവനാണ് ഈ സിംഹാസനത്തിൽ ഇരിക്കേണ്ടത്. വലിയൊരു കാര്യമുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. വീണു പോകുന്ന, അല്ലെങ്കിൽ പാപത്തിൽ വീണ്ടും വീണ്ടും വീണു പോകുന്ന മക്കളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ കുട്ടിപ്പിശാച് കൊണ്ടുവന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചിന്ത നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഇന്നത്തെയും കൂടി ആകാം, നാളെ മുതൽ ഇനി ഇല്ല. സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങളത് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ കയ്യിൽ ഇന്ന് മാത്രമേ ഉള്ളൂ, നാളെ നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിലില്ലാത്തൊരു കാര്യം വെച്ച് നമ്മെ ഭ്രമിപ്പിക്കുകയും നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നത് ഇന്നത്തെ അവഗണിച്ചുകൊണ്ടാണെങ്കിൽ അത് വളരെ വളരെ മാരകമായ വിപത്താണ്. ഇന്നത്തെ അവഗണിച്ചുകൊണ്ട്, ഇന്നിനെ അവഗണിച്ചുകൊണ്ട് കയ്യിലില്ലാത്ത നാളെയെപ്പറ്റി സ്വപ്നം കാണിക്കുന്നത് വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാതറിൻ ഓഫ് സിയൻ എന്ന് പറയുന്ന വിശുദ്ധ ഇങ്ങനെ പറയാറുണ്ട്, സ്വർഗത്തിലേക്കുള്ള എല്ലാ വഴികളും സ്വർഗമാണ്, അതുപോലെ തന്നെ നരകത്തിലേക്കുള്ള എല്ലാ വഴികളും നരകം തന്നെയാണ്. ഇന്ന് നീ എന്ത് തിരഞ്ഞെടുക്കുന്നു? ഇതാണ് പ്രധാനപ്പെട്ട നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഇന്ന് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. ഇന്ന് നീ സ്വർഗം തിരഞ്ഞെടുക്കുന്നുവോ നരകം തിരഞ്ഞെടുക്കുന്നുവോ, അത് തന്നെയാണ് നിനക്ക് നാളെ ലഭിക്കുക. ഇന്ന് നീ നരകം തിരഞ്ഞെടുത്താൽ, ലഹരി തിരഞ്ഞെടുത്താൽ, നാളെ നിന്റെ ജീവിതം നരകമായി തീരും. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അത് ദൈവമാണ്, നമ്മുടെ മാതാപിതാക്കളാണ്, നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. ഇന്ന് നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ വരുന്ന മകൻ, അവൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിച്ചിട്ടും നിർത്താൻ പറ്റാതെ പോയതിൻ്റെ കാരണം അവൻ വിവരിക്കും. ഒരു പ്രാവശ്യം വലിച്ച് അവസാനിപ്പിക്കാമെന്ന് അവൻ ആഗ്രഹിച്ച് അതിൽ വീണു പോയതും അവൻ്റെ ജീവിതം കൈവിട്ടു പോയതും ആ മകൻ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുമ്പോൾ, ലഹരിയുടെ മേഖല മാത്രമല്ല, എല്ലാ പാപത്തിൻ്റെ മേഖലയിലും കുട്ടിപ്പിശാചുകൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് നമ്മുടെ മനസ്സിൽ ഒരു ബോധ്യമായി വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ജീവിതത്തിൽ നന്നായിട്ട് ലഹരി ഉപയോഗിച്ചു വരുന്ന ആളായിരുന്നു. ജോലിക്ക് പോകുമ്പോഴും ലഹരി, കഞ്ചാവ് വലിക്കും, MDMA യൂസ് ചെയ്യും, അങ്ങനെ ലഹരിയും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്ത് നടന്നു വരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടുകാരെ മനസ്സിലാക്കാതെ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ സമയം കണ്ടെത്തുകയും നല്ല നല്ല കൂട്ടുകാരെ കണ്ടെത്താതെ എൻ്റെ സുഖങ്ങൾക്ക് ഒത്തു നടക്കുന്ന കൂട്ടുകാരെ കണ്ടെത്തുകയും അവരുടെ ഒപ്പം എൻ്റെ ജീവിതത്തിലെ ജോലി കഴിഞ്ഞുള്ള ടൈം വീട്ടിൽ സ്പെൻഡ് ചെയ്യാതെ എൻ്റെ കൂട്ടുകാർക്കൊപ്പം സ്പെൻഡ് ചെയ്യണ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. എൻ്റെ ആ ജീവിതത്തിൽ എനിക്ക് ഒന്നും നേടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
സത്യം പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു പക്വത എത്താത്ത ഒരു സമയം പോലെയായിരുന്നു എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നതെല്ലാം നല്ല രസമായിട്ട് തോന്നും, എല്ലാം ആസ്വദിക്കണം, ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നമുക്ക് നേടാൻ പറ്റുള്ളൂ എന്നൊരു ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ ജീവിതത്തിൽ ഞാൻ നേടിയിരുന്നത് എൻ്റെ ലഹരി എന്ന ഒരു ആസ്വാദനം മാത്രമായിരുന്നു. അതായത് കുറെ ലഹരി യൂസ് ചെയ്യുക, കഞ്ചാവ് ആദ്യം വലിച്ചു തുടങ്ങിയപ്പോൾ അതായിരുന്നു ഏറ്റവും നല്ല ലഹരി എന്ന് തുടങ്ങി. പിന്നെ MDMA യൂസ് ചെയ്തു, അത് കഴിഞ്ഞ് LSD യൂസ് ചെയ്തു, അത് കഴിഞ്ഞ് ആസിഡ് യൂസ് ചെയ്തു. അങ്ങനെ ഓരോ ലഹരിയിലും യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ജീവിതത്തിൽ ഓരോ പുതിയ അനുഭവങ്ങളും ഓരോ മൂഡുകളായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. ഒരു ഡ്രഗിന് ഒരു എനർജി മൂഡ് മാത്രമായിരുന്നു. അങ്ങനെ പല ഡ്രഗുകളും യൂസ് ചെയ്യുമ്പോൾ പല എനർജി മൂഡുകൾ മാത്രമായിരുന്നു. അങ്ങനെ ജീവിതം മൊത്തം ലാവിഷായിട്ട് കറങ്ങി നടക്കുന്ന ഒരു സമയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കറങ്ങി നടന്നു, വീണ്ടും ജീവിതം വഴിമുട്ടിയ ഒരു അവസ്ഥ വന്നു. എനിക്ക് എൻ്റെ അപ്പനമ്മേനെയും ജീവിതത്തിൽ നഷ്ടപ്പെട്ട പോലത്തെ അവസ്ഥ വന്നു. ഞാൻ അവരെ കൂടുതൽ വേദനിപ്പിക്കുകയും അവർ പറഞ്ഞ് കേൾക്കാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മാത്രം എനിക്ക് ജീവിക്കാൻ, ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കാൻ ഒരു അധികാരമുണ്ട്, ഞാനൊരു മനുഷ്യനാണ്, ഒരു ഇന്ത്യൻ പൗരനാണെന്ന് എല്ലാവരും പറയും. ഇതെന്താ പാകിസ്ഥാനാണെന്നൊക്കെ ചോദിക്കും. സ്വന്തം ഇഷ്ടങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, വീട്ടുകാർ പറയുന്നത് മാത്രം കേട്ട് ജീവിക്കണം, അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നത് കേട്ട് ജീവിക്കണം, ബാക്കിയുള്ളവർ പറയണ ഒപ്പീനിയനിൽ മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡ്രീം എന്താവും, ഞാനപ്പോൾ എന്തിനു ജീവിക്കണം, ഞാൻ അത്ര നാൾ പഠിച്ചത് എന്തിനാ. അങ്ങനെ ഈ ലഹരി യൂസ് ചെയ്ത ടൈമിൽ എനിക്ക് പല കാര്യങ്ങളിലും ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ചിന്തകളായിരുന്നു മനസ്സിൽ തോന്നിക്കൊണ്ടിരുന്നായിരുന്നു. അങ്ങനെ പല രീതിയിലേക്ക് ഞാൻ നടന്നു, ലഹരി യൂസ് ചെയ്തു, അങ്ങനെ നടന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയ ടൈമിൽ എൻ്റെ വീട്ടുകാർ പേടിച്ചു. ഇതെന്താ ഇവ ഇങ്ങനെ നടക്കണേ? എൻ്റെ ബന്ധുക്കൾ വരെ ചോദിച്ചു തുടങ്ങി, നീ എന്താ ഇങ്ങനെ നടക്കണേ, നീ എന്ത് ഡ്രസ്സാ ഇങ്ങനെ ധരിക്കണേ, നീ എന്തിനിങ്ങനെ മുടിയും താടിയൊക്കെ വളർത്തണേ, നിന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ലല്ലോ, നീ എന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണേ, നിന്റെ ചിന്താഗതി തന്നെ തെറ്റി തുടങ്ങിയല്ലോ, നീ എന്താ ഇങ്ങനെ, പണ്ട് നിന്നെ കണ്ട പോലെയല്ലല്ലോ ഇപ്പൊ നിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണേ, നിന്റെ കൂട്ടുകെട്ട് ശരിയല്ല എന്ന് എന്നോട് ആദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകെട്ട് ശരിയല്ലാത്ത കുഴപ്പമൊന്നുമില്ല, എനിക്ക് വേണ്ടതായ എൻ്റെ കൂട്ടുകാരെയാണ് ഞാൻ തെരഞ്ഞെടുത്തുള്ളൂ, അവരെനിക്കെന്നും ബെസ്റ്റാണ്, അവരെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അവർ വേണം എന്ന് പറഞ്ഞിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ എപ്പോഴും നമുക്ക് കൂട്ടുകാരും എല്ലാ കാര്യങ്ങളും നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു ടൈമിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാനോ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് കൂട്ടുകാരാണ് ബെറ്റർ എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു ടൈം ഉണ്ടാവും. നമ്മുടെ വീട്ടുകാരെ മറന്ന് നമ്മൾ കൂട്ടുകാർ മാത്രം എന്നൊരു ചിന്താഗതിയിൽ നടക്കുന്ന ടൈമിൽ നമുക്ക് ഇത് ആരെന്ത് പറഞ്ഞാലും നമുക്ക് ഉൾക്കൊള്ളാനോ നമുക്ക് നമ്മളൊന്നും അനുസരിക്കില്ല, നമ്മൾ അവരോട് വീട്ടുകാരോട് ചൂടാവുന്ന ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടുകാരോട് ചൂടായി, എന്നെ പറഞ്ഞത് കേൾക്കണില്ല, ലഹരി യൂസ് ചെയ്യണു, എൻ്റെതായ ചിന്താഗതി പോണു, എനിക്ക് മെമ്മറി ലോസ് അങ്ങനെ കാര്യങ്ങൾ വരുന്നു. അപ്പൊ എൻ്റെ വീട്ടുകാർ എന്നെ ഒരു ഡീഅഡിക്ഷൻ സെന്ററിൽ നെസ്റ്റിൽ കൊടുന്നാക്കി. അവിടെ കൊടുന്നാക്കിയതിന് ശേഷം എനിക്ക് ആദ്യം അവിടെ നിൽക്കാനൊന്നും കാര്യങ്ങൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളും എല്ലായിരുന്നു. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന അന്തരീക്ഷം കൂടെയൊക്കെ ആയിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ലഹരി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ആംബിയൻസിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഉൾക്കൊള്ളാനോ അവിടെ അവരായിട്ട് പൊരുത്തപ്പെട്ടു പോകാനോ ഒന്നിനും എനിക്ക് പറ്റിക്കൊണ്ടിരുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ കാണിച്ചു തുടങ്ങി. എനിക്ക് എന്തിനെന്നെ കൊടുന്നിട്ട് എൻ്റെ ലൈഫ് ഫോയിൽ ചെയ്യണോ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങി. പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ അവിടെ ഉണ്ടാക്കി തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ലാസ്സുകളും കൗൺസിലിങ്ങും എല്ലാം കിട്ടി തുടങ്ങി. നീ എന്താണ് യൂസ് ചെയ്തത്, നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്താ പറ്റിയേ? അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ ലഹരി യൂസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇതെല്ലാം യൂസ് ചെയ്താ നിനക്ക് നിന്റെ ജീവിതത്തിൽ എന്ത് നീ നേടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും നേടാൻ പറ്റിയില്ല, ഞാൻ പൈസ ഉണ്ടാക്കി, അതുണ്ടാക്കി, ഇതുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു അതൊക്കെ ഇപ്പൊ ഉണ്ടോ ചോദിച്ചു. ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോ അതൊന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് ഞാൻ വർക്കിന് പോവും, പൈസ ഉണ്ടാക്കും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പുറത്തു പോവും, കറങ്ങും, ആ പൈസ ആ മാസത്തെ അന്ന് തന്നെ തീർക്കും, വീണ്ടും വരും, പൈസ ഉണ്ടാക്കും, ഇതുപോലെ കൂട്ടുകാരായിട്ട് കറങ്ങാൻ പോവും. അങ്ങനെ കറങ്ങി നടന്ന ടൈം ഉണ്ടായിരുന്നു. അപ്പോ എന്നോട് ആ സമയത്ത് കൂട്ടുകാരൊന്നും പറഞ്ഞിരുന്നില്ല, നീ എന്ത് യൂസ് ചെയ്താലും നിനക്ക് ഒരു കുഴപ്പമില്ല എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. അല്ലാണ്ട് നീ അത് ചെയ്യുമ്പോൾ നിനക്ക് ഇന്ന പോലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും, നിനക്ക് വീട്ടിൽ നിന്നുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും, നീ വീട്ടുകാരെ ഒഴിവാക്കും, ബന്ധങ്ങൾ നഷ്ടപ്പെടും, ഇതൊന്നും പറഞ്ഞുതരാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് നെക്സ്റ്റ് ചെന്നപ്പോഴാണ് എനിക്ക് കൗൺസിലിങ് അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒരു ബോധ്യം വന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ മാത്രം നിന്നാല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ അപ്പനമ്മ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കൊരു ശക്തി ഉണ്ടാവുള്ളൂ. എനിക്കൊരു മോട്ടിവേഷണൽ സ്പീക്കർ ആയിട്ടുണ്ടായിരുന്ന എൻ്റെ അപ്പനമ്മ മാത്രമായിരുന്നു. ഏറ്റവും കൂടുതൽ എന്നെ മോട്ടിവേറ്റ് ചെയ്തത് എൻ്റെ അമ്മയാണ്. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ അമ്മ പറയും നീ ചെയ്യുന്നത് ശരിയല്ല,
നിന്റെ കൂട്ടുകെട്ട് റെഡിയല്ല, നിന്റെ പോണ പോക്ക് റെഡിയല്ല, ഞാൻ പറയണു, നീ അത് മനസ്സിലാക്കാൻ പോകണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കോന്ന് അമ്മ പറയാറുണ്ട്. അപ്പൊ ഞാൻ അമ്മോട് പറയാം, ആ ശരി ഞാൻ മനസ്സിലാക്കിട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോവും. അങ്ങനെയായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നായിരുന്നത്. പിന്നെ ഞാൻ നെക്സ്റ്റില് എത്തിയതിനു ശേഷം ഈ കൗൺസിലിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എനിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. ഞാൻ എന്തിനാ ഇങ്ങനെ വീണ്ടും വന്നേ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്റെ പഴയ ജോലി എനിക്കുണ്ടാവും, എന്റെ കൂട്ടുകാരെ എന്നെ ഒരു പ്രാന്തനായിട്ട് കാണില്ലേ, ഈ നെസ്റ്റിൽ കിടന്നു, കുറെ ഗുളിയും കാര്യങ്ങളും എല്ലാം കഴിച്ചു, പണ്ടത്തെ പോലെ എനിക്ക് എന്റെ കൂട്ടുകാരെ ബന്ധങ്ങൾ നിലനിർത്താൻ പറ്റുമോ എന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ നെസ്റ്റിൽ നിന്ന് 2 മാസം കഴിഞ്ഞു എന്റെ കോഴ്സ് കഴിഞ്ഞു ഞാൻ ഡിസ്ചാർജ് ആവുന്ന ടൈമിൽ എനിക്ക് ആകെ അവിടുന്ന് കൂട്ടുണ്ടായിരുന്നത് എന്റെ പ്രാർത്ഥന മാത്രമായിരുന്നു. അവിടെ എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയ്ക്കും വൈകുന്നേരം നേരങ്ങളിൽ കൊന്തയ്ക്കും പോയിരുന്നു. എനിക്ക് അങ്ങനെ കൊന്തയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും പോയതിനു ശേഷം എനിക്ക് ചെറുതായിട്ട് എന്റെ മനസ്സ് സൈലന്റ് ആയി തുടങ്ങി. അവിടെ ഒരു 3 ആഴ്ച കൂടുന്ന ടൈമിൽ ധ്യാനം വരും. ധ്യാനം വരുന്ന സമയത്ത് നമുക്ക് കുമ്പസാരിക്കാനുള്ള ഒരു അവസരം കിട്ടും. മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ കുമ്പസാരിക്കണം എന്ന് പള്ളിയിൽ അച്ഛന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനൊരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് കുമ്പസാരിക്കാറ്. അപ്പൊ ഞാൻ എന്തോരം പാവം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മാത്രം അറിയാം. പക്ഷെ ഞാൻ എന്റെ കുമ്പസാരത്തിൽ പറയും, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു. ആ ശരി അച്ഛൻ, ഞാൻ അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ പറയും. അപ്പൊ അച്ഛൻ പറയും, ഇന്ന പാപങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടും. ഇന്ന പ്രാർത്ഥന ചെല്ലി പള്ളിയിൽ ഇന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയും. ഞാനത് കള്ള കുമ്പസാരം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് ജീവിതത്തിലെ ഒരു കാര്യത്തിനും വ്യക്തമായൊരു തീരുമാനം എടുക്കാനോ ഒരു ഉറച്ച വിശ്വാസത്തിൽ പോകാനോ എന്റെ ജീവിതത്തിൽ എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം അൾത്താര സംഘത്തിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പള്ളി, പ്രാർത്ഥന, വീട്, അപ്പനമ്മ അങ്ങനെയൊക്കെ നടന്നിരുന്നു. പക്ഷെ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്റെ ജീവിതത്തിൽ ലഹരി യൂസ് ചെയ്തതിനു ശേഷം എനിക്ക് അപ്പനമ്മേനും വേണ്ട, പള്ളിയും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, കൂട്ടുകാർ മാത്രം. രാത്രിയില്ല, പകലില്ല. വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ വീട്ടിൽ കയറി വരുമ്പോ എന്റെ അപ്പനമ്മയും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്താ ഹോട്ടലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് രാവിലെ വരും ചായ കുടിക്കുമ്പോൾ, ഉച്ചയ്ക്ക് വരും ഫുഡ് കഴിക്കും, പിന്നെ വൈകുന്നേരം വന്നു, പിറ്റേ ദിവസം ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുള്ളൂ. അങ്ങനെയൊക്കെ ഞാൻ ജീവിച്ചായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റിൽ വന്നതിന് ശേഷം എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു ബോധ്യം വന്നതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, നല്ല രീതിക്ക് ജീവിക്കാന്ന് വെച്ചിട്ട്. അങ്ങനെ ജീവിക്കാന്ന് വെച്ചിട്ട് വീണ്ടും ഞാൻ ഇറങ്ങി. ഞാൻ പുതിയതായിട്ട് പഴയ ജോലിയിൽ നിന്ന് മാറി. പഴയ ജോലിയിൽ പോയോണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ നശിച്ചു പോയി എന്ന് എന്റെ വീട്ടുകാർക്ക് തോന്നി. അപ്പൊ ആ വീട്ടുകാർ ഒരു പുതിയ ജോലി എനിക്ക് മേടിച്ചു തന്നു. പുതിയ ജോലിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ കുറെ നാള് ജോലിയും കാര്യങ്ങളെല്ലാം ചെയ്തു. വലിയും കൂടി ഒരു പരിപാടിക്ക് പോകാണ്ടിരുന്നു. എന്റെ കൂടെയുള്ളവരാണ് ഈ വലിയും കൂടിയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എനിക്ക് അതിനോടൊന്നും ആദ്യം ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല, ഒരു ഇൻട്രസ്റ്റ് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതെന്ന് വെച്ചാൽ ഞാൻ ജീവിതത്തിൽ അത്രയ്ക്കധികം ലഹരി യൂസ് ചെയ്തിരുന്നു. ഞാൻ കഞ്ചാവ് വലിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കവറിൽ കഞ്ചാവ് എൻ്റെ അടുത്ത് ഉണ്ടാവും. ഞാൻ ആ തീരുമ്പോ ഒരു 50 ഗ്രാം കഞ്ചാവ് എടുത്തേക്കണ ആളാ. എടുത്തേക്കുമ്പോ വേറെ ആരും അറിയില്ല. ഞാൻ എടുത്തു വയ്ക്കും. രാവിലെ ഉറങ്ങാന്നുള്ളത് ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉറങ്ങിയായിരുന്ന വ്യക്തിയാ. ഞാൻ ഫുൾ ടൈം ഇരുന്ന് വലിക്കും, പാട്ട് കേൾക്കും, ഫോൺ യൂസ് ചെയ്യും, എന്തെങ്കിലും പുതിയ വീഡിയോസ് ഇൻസ്റ്റാഗ്രാം അങ്ങനെ യൂസ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും, മെസ്സേജ് അയക്കും. ഒരു സ്നേഹബന്ധം മാത്രത്തിൽ ഏർപ്പെട്ടില്ല. പല രീതിയിലുള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഫേക്ക് സ്നേഹബന്ധങ്ങൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ എന്റെ ജീവിതത്തെ ഒരു വിലയില്ലാത്ത ഒരു ജീവിതമാക്കിയിട്ട് ജീവിച്ചിരുന്ന ടൈമായിരുന്നു. അങ്ങനെല്ലാം ജീവിച്ചിരുന്ന എനിക്ക് പെട്ടെന്ന് വീണ്ടും ഇതിന്ന് റിക്കവറായി വന്ന് പുറത്തേക്ക് വന്നപ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവരും ചെയ്യണ കണ്ടപ്പോ എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മെല്ലെ മെല്ലെ ഞാൻ ഇവരായിട്ട് കമ്പനി സംസാരിച്ചു തുടങ്ങി. ഞാൻ പിന്നെ ചിന്തിച്ചു, ഞാൻ എന്തിനാ വീണ്ടും ഇങ്ങനെ നന്നായി ജീവിക്കണേ? എല്ലാരും ഇങ്ങനെ കുടിക്കനും വലിക്കനും എല്ലാ കാര്യങ്ങളും ഉണ്ട്, അവർക്കൊരു കുഴപ്പമില്ല, അവര് ഹാപ്പി ആയി നടക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ മെല്ലെ മെല്ലെ ഞാൻ സിഗരറ്റ് വലി തുടങ്ങി, അങ്ങനെ ആൻസേപ്പ് തുടങ്ങി, പിന്നെ വീണ്ടും കഞ്ചാവ് വലി തുടങ്ങി, പിന്നെ വീണ്ടും ഞാൻ MDMA യൂസ് ചെയ്യാൻ തുടങ്ങി. MDMA യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ വീണ്ടും എനിക്ക് മെമ്മറി ലോസ് വന്നു. എനിക്കൊരു കാര്യങ്ങളെ കുറിച്ച് ഓർമ്മയില്ല. വീണ്ടും എന്താ ചെയ്യണേ എന്നുള്ളൊരു കാര്യത്തില് ഒരു കറക്റ്റായിട്ട് ബോധ്യമില്ല. രാവിലെ എനിക്കും കുളിക്കും, ഡ്രസ്സ് മാറും, വർക്കിന് പോകാൻ വണ്ടിയിൽ കയറിയിരിക്കും, വർക്കിന് പോകും, വർക്ക് സൈറ്റിൽ ചെല്ലും. അവിടെ ഒരു എന്താ പറയുക, കല്ല് വെച്ച പോലെ ഞാൻ ഒരു മനുഷ്യനായിട്ട് നിന്നായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങി. വീണ്ടും എനിക്ക് ഈ ലഹരിയിലേക്ക് ഇറങ്ങി ചെന്നതിന് ശേഷം എനിക്ക് ലഹരി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് വീണ്ടും ഒരു ബോധ്യം വന്നു. അതിനുശേഷം എന്റെ അമ്മനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി, നീ എന്താ പറ്റിയെന്ന്, എനിക്ക് വീണ്ടും നീ വലിക്കും കൂടി തുടങ്ങി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വലിയും കൂടിയൊന്നും തുടങ്ങിയില്ലേ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്നോട് അളിയൻ, എന്റെ ചേച്ചിയുടെ ഭർത്താവ് ചോദിച്ചു, നീ എന്താ പറ്റിയെന്ന്, നിനക്ക് എന്താ പറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞു, വലിച്ചു കുടിച്ചു പറഞ്ഞു. ഓക്കെ. അപ്പൊ പറഞ്ഞു, നീ നമുക്ക് വീണ്ടും അച്ഛൻ്റെ അടുത്ത് ചെല്ലാന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല, ഞാൻ ഒരിക്കലും വരില്ല, എനിക്ക് വീണ്ടും അതിന്റെ ഉള്ളില് നെസ്റ്റിന്റെ ഉള്ളിൽ കയറി കിടക്കാൻ പറ്റില്ല, ഡി അഡിക്ഷൻ സെന്ററിൽ എടുക്കാൻ പറ്റില്ല, എനിക്ക് ഗുളിയും കാര്യങ്ങളും ഒന്നും കഴിക്കാൻ പറ്റില്ല, എനിക്ക് എന്റെ രീതിയിൽ ജീവിക്കണം, നിങ്ങൾ പറയണ പോലെ കേട്ടിട്ട് ഞാൻ ഒരു പ്രാവശ്യം പോയതല്ലേ, എനിക്ക് വീണ്ടും ഇത് പറ്റില്ല എന്ന് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു നീ ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഒന്ന് ചെല്ലെന്ന് പറഞ്ഞ അമ്മ കരഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു ചെല്ലാം, 1 മാസം കിടക്കേണ്ടി വരുള്ളൂ, അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിട്ട് വീണ്ടും ജോലിക്ക് പോകാന്ന് വിചാരിച്ചു. 1 മാസം ചെന്നപ്പോ എന്നോട് പറഞ്ഞു കഞ്ചാവ് വലിക്കുന്നവർക്ക് 2 മാസം. അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛൻ എന്റെ 1 മാസം കഴിഞ്ഞു എനിക്ക് ഇറങ്ങണം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ബിജു നീ കഞ്ചാവ് വലിച്ചോണ്ട് നിനക്ക് 2 മാസം ഇവിടെ ട്രീറ്റ്മെന്റ്, നീ ഇവിടെ നിക്കണം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഞാൻ 2 മാസം ട്രീറ്റ്മെന്റ് തുടങ്ങി, വീണ്ടും നിന്ന് തുടങ്ങി. അപ്പൊ എനിക്ക് മെല്ലെ മെല്ലെ ഞാൻ കുർബാനയും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പൊ എനിക്ക് വീണ്ടും ഉള്ളിലൊരു ദൈവഭക്തി എന്നുള്ള ഒരു മനസ്സ് ഉള്ളിലുണ്ട്, പക്ഷെ പുറത്തേക്ക് എനിക്കത് കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചു വീണ്ടും ഞാൻ അവിടെ വന്ന് പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കാണിച്ചു കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥിച്ച് വീണ്ടും ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇത് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്റെ വീട്ടുകാർ എന്നെ വീണ്ടും ഇങ്ങോട്ട് കൊടുന്നാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ ജീവിതം ജീവിച്ചിരിക്കണേലും ഈ കാണുന്ന ആൾക്കാരുടെ മുമ്പിലും ഞാൻ ഒരു വെറും മണ്ടനായി പോവില്ലേ എന്ന് എനിക്ക് തോന്നി തുടങ്ങി. അങ്ങനെ എന്റെ 2 മാസം കോഴ്സ് കഴിയാറായ ടൈമിൽ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എനിക്ക് കുറച്ച് നാൾ കൂടി ഇവിടെ നിൽക്കണം, എനിക്കൊരു സ്റ്റാൻഡ് വരണം, എനിക്കൊരു ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ ഞാൻ പുറത്തേക്ക് പോകണുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് പോകണല്ലോ എന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു നീ നിന്നോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിന്നു. ഞാൻ ഒരു 4-5 ധ്യാനം കൂടി വീണ്ടും എനിക്ക് ദൈവത്തോട് അടുക്കാൻ ദൈവം ഒരു അവസരം തന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലൊരു വിശ്വാസം വന്നു തുടങ്ങി. അപ്പൊ അച്ഛൻ ഞങ്ങൾ പുറത്തേക്ക് പോകും, ക്ലാസ്സുകൾ എടുക്കാൻ പോകും, ജീവിതത്തിലെ സാക്ഷ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഓരോ പള്ളിയിലേക്ക് പോകുമ്പോൾ ഓരോ അവസരങ്ങൾ തരും. ഞാൻ എന്റെ ജീവിതത്തിൽ ഓരോ അവസരങ്ങളും സാക്ഷ്യങ്ങളും പറയുമ്പോൾ മനസ്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭാരം ഒഴിവാവണ പോലത്തെ ഒരു ഫീലാണ് കിട്ടിക്കൊണ്ടിരുന്നിരുന്നത്. ഞാൻ ഇന്ന രീതിയിലേക്ക് നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്ക് പ്രാർത്ഥന എന്നൊരു ശക്തി, എല്ലാരും പറയുമ്പോ പ്രാർത്ഥന അത് ശക്തി ഉണ്ടോ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. അത് നമ്മൾ ജീവിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് അതിനോട് നമ്മൾ അറ്റാച്ച് ആവുള്ളൂ. എനിക്ക് എന്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയിൽ ഏറ്റവും കൂടുതൽ ബലം കിട്ടിയിട്ടുള്ളത്, അതായത് ഈശോ കുരിശുമ്മ കിടക്കുന്ന ഒരു വ്യക്തിയാണ് 3 മുള്ളാണി കുരിശുമ്മ സമയത്ത്. അപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ബലി അർപ്പിക്കാൻ പോകുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടായിട്ടുള്ള എല്ലാ കഷ്ടങ്ങളും വിഷമങ്ങളും എല്ലാം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഇറങ്ങുമ്പോൾ എനിക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് ജോലിയും കാര്യങ്ങളും അവിടെ ചെറിയ ചെറിയ ജോലി ആയാലും ചെയ്യുമ്പോഴും മനസ്സിന് വിഷമമില്ല. കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ത്യാഗങ്ങളും കാര്യങ്ങളും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മളെന്നൊരു ബോധ്യം ഉണ്ടാവുള്ളൂ. ലഹരിയും കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കണ സമയങ്ങളിലാണെങ്കിൽ നമുക്ക് ഒരു ദൈവം ഉണ്ടാവില്ല, ഒരു പറയണ ഒരു വ്യക്തിയെ നമ്മൾ അംഗീകരിക്കില്ല, നമുക്ക് അപ്പനമ്മയ്ക്ക് ഒരു വില കൊടുക്കാൻ തോന്നില്ല, വീട്ടുകാര് ബന്ധുക്കള് അവര് ഇങ്ങനെയൊക്കെ പറയുള്ളൂ, അവരെ വില വെച്ചിട്ട് കാര്യമില്ല. നമ്മുടേതായ ഒരു രീതിയിൽ നടക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട രീതി പോകും, നമുക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടികളായിട്ട് അവരൊപ്പം നടക്കും, നമ്മുടെ തെറ്റായ സ്നേഹബന്ധങ്ങൾ ചെന്ന് പെടും, തെറ്റായ ബന്ധങ്ങളിൽ പെടും. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല, ഞാൻ ഈ നെസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് കുറെ പേര് ഈ ഡൈവോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനുഭവം ഞാൻ പറയാം. എന്റെ കൂടെ റൂംമേറ്റ് ആയിട്ട് ഒരാളുണ്ടായിരുന്നു. ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരിയും കാര്യങ്ങളെല്ലാം കഞ്ചാവ്, MDMA, ആംബ്യൂൾ എന്ന് പറഞ്ഞ് സിറഞ്ച് കുത്തിയേക്കുന്ന ആളൊക്കെ ആയിരുന്നു. ആള് ചെറുപ്രായത്തിൽ തൊട്ടിട്ട് ഇതെല്ലാം യൂസ് ചെയ്ത് തുടങ്ങി. പല ഡി അഡിഷൻ സെന്ററുകളിൽ കയറി തുടങ്ങി. ഒരു ഡി അഡിഷൻ സെന്ററിൽ പല ഡി അഡിഷൻ സെന്ററിൽ 1 വർഷമൊക്കെ കിടന്നു. അത് കഴിഞ്ഞ് ഒരു 5-6 വർഷം ഇതെല്ലാം നിർത്തി പുറത്തേക്ക് ഇറങ്ങി വീണ്ടും കല്യാണം കഴിഞ്ഞു, സ്നേഹിച്ച് ഒരു വിവാഹം കഴിച്ചു. ആള് ഹിന്ദുവും, കല്യാണം കഴിച്ചത് ഒരു ക്രിസ്ത്യാനി ചേച്ചിനെയായിരുന്നു. ഇവരാദ്യം കല്യാണം കഴിച്ചു, സ്നേഹബന്ധത്തിലായിരുന്നു, ഇഷ്ടപ്പെട്ടു, അവർക്കൊരു കുഞ്ഞുണ്ടായി, പിന്നെ 2ാമത്തെ കുഞ്ഞുണ്ടായി, ഭയങ്കര സ്നേഹം ആയി, കുടുംബമായിട്ട് ജീവിച്ചു തുടങ്ങി. പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ വീണ്ടും പണ്ടത്തെ രീതിക്ക് ലഹരി യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ലഹരി യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇങ്ങനെ ജീവിതം മെല്ലെ മെല്ലെ മാറി തുടങ്ങി. വീട്ടുകാരായിട്ടുള്ള അടുപ്പം കുറഞ്ഞു, പിന്നെ കൂട്ടുകാരായിട്ടുള്ള അടുപ്പം കൂടി. ജീവിതത്തിലെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള വെച്ചാൽ നമുക്ക് കുറെ ബന്ധങ്ങളും തെറ്റായ കൂട്ടുകെട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ നല്ല ബന്ധങ്ങൾ തെരഞ്ഞെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ എല്ലാവരും ഒരേപോലെയും സംസാരിക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ ആയിരിക്കും. ഒരാഴ്ച, 1 മാസം, 1 വർഷം ഇടപഴകിയാലും നല്ല കൂട്ടുകാരനെ ഏതാന്ന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്റെ കയ്യിൽ പൈസയും കാര്യങ്ങളെല്ലാം ഉള്ള ടൈമിൽ എനിക്ക് നിറയെ കൂട്ടുകാരുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ ഡി അഡിഷൻ സെന്ററിൽ വന്ന ടൈമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെന്ന ടൈമിൽ എന്റെ കൂട്ടുകാർ പറഞ്ഞു, നീ ഡി അഡിഷൻ സെന്ററിൽ കിടന്നല്ലേ, ഞങ്ങളുടെ കൂടെ ഒന്നും നടക്കൊന്നും വേണ്ട, നീ കിളി പോയതല്ലേ എന്ന് ചോദിച്ചു. നിനക്ക് ആരെ പെണ്ണ് തരിക, നിനക്ക് ഇനി ഒരു ജീവിതം ഉണ്ട്, കിളി പോയതല്ലേ, നീ നിന്റെ ഇഷ്ടത്തിന് നടന്നു എന്ന് പറഞ്ഞ് ഒഴിവാക്കി കൂട്ടുകാരുണ്ടായിരുന്നു.
അത്ര നാള് എൻ്റെ ഒറ്റ കൈയായിട്ട് നടന്ന കൂട്ടുകാരെ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലുണ്ടായ ഒരു വിഷമമുണ്ട്. എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഡി അഡീഷൻ സെന്ററിൽ വന്ന സമയത്ത്. എനിക്ക് എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ 4-5 സംഘം കൂട്ടുകാരായിരുന്നു, അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എല്ലാം ആയിരുന്നു. ഞാൻ ഇവിടെ വന്നതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ അവരെങ്ങനെ ഫേസ് ചെയ്യുക കാര്യങ്ങള്, എൻ്റെ അപ്പനമ്മയും അവരെന്നെ ചീത്ത പറഞ്ഞു. അവര് കാരണം ഞാൻ എങ്ങനത്തെ കൂട്ടുകെട്ടിൽ പെട്ടെന്ന് ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞുതരാം. കൂട്ടുകാര് നമ്മൾ കാണാട്ട് മുമ്പ് നമുക്ക് ജന്മം നൽകി നമ്മുടെ അപ്പനമ്മ എന്ന് പറയുന്ന 2 വ്യക്തികളുണ്ട്. സ്ത്രീയും പുരുഷനുമായിട്ടാണ് അവർ നമുക്ക് ജന്മം നൽകിയത്. അവർ നമുക്ക് ജന്മം നൽകിയ സമയത്താണ് നമുക്ക് ഈ ശരീരം എന്ന് പറഞ്ഞ ഒരു ഇത് നമുക്ക് ജീവിതത്തിൽ കിട്ടിയത്. ഞാൻ എൻ്റെ ഈശോയോട് ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജനിച്ച സമയത്ത് എനിക്ക് ഒരു അംഗവൈകല്യ, ഒരു കൈയിന് സ്വാധീനമില്ല, കാലിന് സ്വാധീനമില്ലാത്ത ഒരു കുട്ടിയായിട്ട് ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ ലഹരിയിലല്ലായിരിക്കും ചിലപ്പോൾ ജീവിക്കുക. ഞാൻ ഒരു വീൽ ചെയറിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയായിരുന്നു. പക്ഷെ ഈശോ എനിക്ക് അങ്ങനെയൊന്നും ചെയ്തില്ല. എൻ്റെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ എനിക്ക് നല്ല ആരോഗ്യം തന്നു, എനിക്ക് നല്ല മനസ്സ് തന്നു, നല്ല തലച്ചോറ് തന്നു, എല്ലാം കൊണ്ട് തന്നിട്ട് ഈശോനെ അനുഗ്രഹിച്ചിട്ടുള്ളൂ. ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഒരുപാട് വിഷമം വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അപ്പനമ്മേനെയും ഞാൻ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ, ജീവിതത്തില് എനിക്ക് കൂട്ടുകാരും പിന്നെ കഞ്ചാവ്, കെമിക്കല്, പിന്നെ എന്താ പറയാ സെക്സ്, അങ്ങനെ കുറെ ലഹരിയിലൊക്കെ ഞാൻ പെട്ടുണ്ട്. ജീവിതം തന്നെ നശിച്ചൊരു അവസ്ഥയായിരുന്നു. അതായത് എനിക്ക് ദൈവം എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ ഇന്നേവരയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ വെറുത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പല സിറ്റുവേഷനിലും. പക്ഷെ ഒന്നും എനിക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു ജീവിതം എനിക്ക് ഉണ്ടായിരുന്നു. ആ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ പാഠം വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പോഴും ഞാനിപ്പോ ഈ നെസ്റ്റിലെ ഒരു 4.5 മാസമായി ഞാൻ നിൽക്കണു. ഈ മാസം മുമ്പ് എനിക്ക് 5 മാസമാവാൻ പോവുക. വീണ്ടും ഞാൻ അവിടെ പിടിച്ചു നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജപമാലയ്ക്ക് മുട്ടൂത്തി പ്രാർത്ഥിച്ചായിരുന്നു. മുട്ടൂത്തി ഒരു 4 മാസമൊക്കെ പ്രാർത്ഥിച്ചപ്പോ എനിക്ക് ഓരോ ദിവസവും എനിക്ക് എനർജിയാണ്. അതായത് ഞാൻ അവിടെ ബാത്റൂം കഴുകും, പിന്നെ പശുവിന്റെ തൊഴുത്തിലെ ചാണകം കോരും. എനിക്ക് ഇതൊക്കെ അറപ്പായിരുന്നു. ഒരു മനുഷ്യൻ വന്ന് വിസർജിച്ചിട്ടും യൂറിൻ പാസ് ചെയ്തിട്ട് പോയ സ്ഥലത്ത് ഞാൻ കഴുകാൻ ചെല്ലണ സമയത്ത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. എനിക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റൂന്ന്. ഞാനപ്പോ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാനിത് എങ്ങനെ ചെയ്യുക, എൻ്റെ ജീവിതത്തെ ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ ഈ നെസ്റ്റിൽ കിടന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നശിച്ചു പോവില്ലേ, എനിക്ക് ഒന്നും പറ്റണില്ലല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്ന ടൈം ഉണ്ടായിരുന്നു. അപ്പോഴും എൻ്റെ ഈശോനോട് പറയുന്നത്, നീ പോവല്ലേ, നീ ഇവിടെ നിൽക്ക്, നീ പോവല്ലേ, ഇവിടെ നിൽക്ക്. എനിക്ക് കൊന്ത ചെല്ലുമ്പോഴും ഇങ്ങനെ എനിക്ക് ഒരു ശക്തിയാണ് കിട്ടിയോണ്ടിരുന്നത്. മാതാവിനോട് ഞാൻ കൊന്തയിൽ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ മുട്ടൂത്തി കൊന്തയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് മുട്ടുമ്പോ തഴമ്പ് വന്നു തുടങ്ങി. ഒരു 4 മാസം മുട്ടൂത്തി പ്രാർത്ഥിച്ചതിന് ശേഷം അപ്പൊ എനിക്ക് വീണ്ടും എന്താ സംഭവിക്കണെന്ന് അറിയില്ല, ഒരു ശക്തി എനിക്ക് കിട്ടുന്നുണ്ട് കയ്യുമ്മ ജപമാല പിടിച്ചതിന്റെ പേരില്. ആ ജപമാലയുടെ ശക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ എനിക്കറിയില്ല. എൻ്റെ ജീവിതം മാത്രമാണ് ഞാൻ പറയണേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ ഒരു ശക്തി ഉണ്ട്. എനിക്ക് ഇതിന് ശക്തി എല്ലാം കിട്ടി. വീണ്ടും ഞാൻ കൊന്തയ്ക്ക് വീണ്ടും ഞാൻ അലസനായ ഒരു ടൈം ഉണ്ട്. മുട്ടുകുത്താണ്ട് ഒന്ന് ഇരുന്നാലോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇരുന്ന് തുടങ്ങി, കൊന്തെത്തിച്ചു തുടങ്ങി. അപ്പൊ എനിക്ക് നെക്സ്റ്റിൽ നിൽക്കാൻ തോന്നുന്നില്ല, വീട്ടിൽ പോകണം. ആരെങ്കിലും എന്തെങ്കിലും ചെറിയ കാര്യങ്ങളും പറയുമ്പോൾ എനിക്ക് ദേഷ്യം വന്നോളി. സിസ്റ്റർമാർ എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ അച്ഛനോട് ഓടിച്ചെന്ന് പറഞ്ഞു, അച്ഛൻ 2 ദിവസമായിട്ട് എനിക്കൊരു സുഖമില്ല, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് പറ്റണില്ല അച്ഛ, എനിക്ക് എന്താ സംഭവിക്കുന്നത് അറിയില്ല, എനിക്ക് പറ്റണില്ല, എനിക്ക് പോണം എന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, നീ നിൽക്ക്, നിന്റെ കണ്ണൊന്ന് കറക്കാൻ പറഞ്ഞു. ഞാൻ കണ്ണിറക്കിയപ്പോ പകുതി കറങ്ങി വരും പോകും. അച്ഛൻ പറഞ്ഞു, നിന്റെ കോർഡിനേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതൊന്ന് കറക്റ്റ് ആവണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ അതിന്റെ കോർഡിനേഷൻ കറക്റ്റ് ആവണ്ട, എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോഴച്ഛൻ പറഞ്ഞു, നീ നിൽക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും മാതാവിനോട് കുർബാനയിൽ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് പറ്റണില്ല, എന്റെ സംഭവിച്ചുകൊണ്ടിരിക്കണെന്ന് അറിയില്ല, എനിക്ക് ജീവിതം കൈവിട്ടു പോകണം, എനിക്ക് ഒരുമാതിരി പ്രാന്താവണ പോലത്തെ ഒരു അവസ്ഥ വരുന്നു പറഞ്ഞു. ഞാൻ അവിടെ ചാപ്പലില് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് ആരാധന പ്രാർത്ഥന ഗ്രൂപ്പിൽ ഞാൻ ചെന്നു തുടങ്ങി. എനിക്ക് എല്ലാ ഞായറാഴ്ച 4 മണിയാകുമ്പോ നെക്സ്റ്റില് ചാപ്പലില് പ്രാർത്ഥനയുണ്ട്. ജോജോ ബ്രദർ എന്ന് പറഞ്ഞൊരു ബ്രദറാണ് പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കാതിരിക്കുന്ന സമയത്ത് എന്നോട് എനിക്ക് വേണ്ടി അവിടെയുള്ള എല്ലാവരും മാറി മാറി പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പൊ എനിക്ക് ഉള്ളിൽ നിന്ന് എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കണം, എനിക്ക് ഭയങ്കര ഷിവറിങ് ഒക്കെ വന്നു തുടങ്ങി. ഇത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ബ്രദർ പറഞ്ഞു, ഇപ്പൊ നിനക്ക് എന്താ പറയാൻ തോന്നണേ, നിനക്ക് ഈശോയോട് എന്തെങ്കിലും പറയാണ്ടോ ചോദിച്ചു. ഞാൻ പറയാൻ തുടങ്ങണ സമയത്ത് ഞാൻ കരഞ്ഞു തുടങ്ങി. എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റണില്ല. കരഞ്ഞ് കണ്ണീരൊഴുകി കരഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പനും അമ്മേനും വേദനിപ്പിച്ചു. എനിക്കൊന്നും പറ്റാത്ത ജീവിതം തന്നെ നശിച്ചു പോയിരുന്ന ഒരു അവസ്ഥയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അതെല്ലാം കഴിഞ്ഞ സമയത്ത് വീണ്ടും വന്നു.
അത് കഴിഞ്ഞ് എനിക്കൊന്നും വീണ്ടും തകർന്നു പോയ അവസ്ഥയുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ജീവിതത്തിൽ ഒന്നും കിട്ടില്ല. നമ്മുടെ മൈൻഡ് പോവും, നമ്മുടെ സെല്ലുകൾ നഷ്ടപ്പെടും, മെമ്മറി ഉണ്ടാവില്ല. ജീവിതം തന്നെ വഴിവിട്ട അവസ്ഥയിൽ പോയി കഴിഞ്ഞാണല്ലോ. പിന്നെ ജീവിച്ചിരിക്കണാട് നല്ലത് മരിച്ചാലെന്ന് തോന്നിയിട്ടുള്ള ഒരു അവസ്ഥയും അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിരുന്നു എനിക്ക് ജീവിതത്തില്. ഇതെന്നല്ല ഞാൻ തിരിച്ചു വന്നുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. പ്രാർത്ഥന ഇല്ലെങ്കിൽ ജീവിതം ഒന്നുമല്ല. എല്ലാ ആളുകളും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ലഹരി ഉപയോഗിക്കാറുണ്ട്, എന്നിട്ട് ഞാൻ മാത്രം എന്തിനാണ് മാറി നിൽക്കുന്നത്? ഇന്നും കൂടി ഉപയോഗിച്ചോട്ടെ, ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്കാം എന്നൊക്കെ വിചാരിച്ച് ലഹരിയിൽ വീഴുന്ന മക്കളുടെ വലിയ വേദന നമ്മൾ കണ്ടു കഴിഞ്ഞു. കർത്താവിൻ്റെ അടുത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒരുപാട് ആഗ്രഹമുണ്ട് ഇവരുടെ എല്ലാവരുടെയും ഉള്ളിൽ. ഞാൻ ഒരുപാട് മക്കളെ കണ്ടിട്ടുണ്ട്, അവർക്ക് ആഗ്രഹമുണ്ട് ഉള്ളിൽ, പക്ഷെ ഈ പ്രലോഭനത്തെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല. പിശാച് എപ്പോഴും ഇങ്ങനെ ചെയ്യുകയുള്ളൂ. പ്രലോഭനത്തിന് മുമ്പ് അവൻ നമ്മോട് പറയും, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാ, നീ ചെയ്തോ, സാരില്ല, ഇന്നത്തും കൂടിയുള്ളൂ. എന്നാൽ പ്രലോഭനത്തിൽ നമ്മൾ വീണ് കഴിയുമ്പോൾ അവൻ പറയും, നീ നശിച്ചുപോയി, നിന്നെ ഇനി രക്ഷിക്കാൻ ആരും വരില്ല. നല്ല ദൈവമേ, ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളുടെ മുമ്പിൽ പതറിപ്പോകുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ മുമ്പിൽ കാഴ്ചവെക്കുകയാണ്. വലിയൊരു ബലം, ആത്മശക്തി അവർക്ക് നൽകണമേ. തങ്ങൾ വിലപ്പെട്ടവരാണെന്നും എനിക്ക് വേണ്ടി രക്തം വിലയായി കൊടുത്ത് എന്നെ രക്ഷിക്കാൻ ഒരു ദൈവമുണ്ടെന്നും, ഒരു പാപത്തിന് മുമ്പ് അവിടെ നിന്ന് എന്നെ ശാസിച്ചാലും പാപം ചെയ്ത് ഞാൻ കണ്ണുനീരോടെ അനുതപിച്ച് കഴിയുമ്പോൾ എന്നെ ശക്തിപ്പെടുത്തി എന്നെ ഉയർത്താൻ തിരുരക്തം വിലയായി കൊടുത്ത കർത്താവുണ്ടെന്നും ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് ഇങ്ങനെ വേദനിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ.